ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 6 പീസ് ഏഞ്ചലിനെ മേടിച്ച് കൊടുത്തിട്ട് ഒരു ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 2 ഫുൾ ബ്ലാക്ക്, 2 ഗോൾഡൻ ടോപ്പ്, പിന്നെ എന്താ പറയുക മാർബിൾ, അങ്ങനെ 2 പീസ് വെച്ചിട്ട് 3 തരം ഏഞ്ചലിനെ ഒരു ടാങ്കിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിക്സ്ഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു പെയർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനത് കൊണ്ടിട്ടത്. പക്ഷേ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് അതിൽ 2 ഗോൾഡൻ ടോപ്പുകൾ കൂടിയിട്ട് ക്രോസായി അവർ തമ്മിൽ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു ദൃശ്യമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്രോസ് ബ്രീഡ് ചെയ്യാന്നുള്ളൊരു പരിപാടി പാടെങ്കിലും ആദ്യമായിട്ടാണ് എനിക്കൊരു നല്ലൊരു പെയർ ഇങ്ങനെ ഉണ്ടായി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ ഞാൻ പെയറിനെ കാശ് കൊടുത്ത് മേടിച്ച് ബ്രീഡ് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇതുവരെ സ്വന്തമായിട്ടൊരു പെയർ ആക്കിയെടുക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് നോക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മെയിനായിട്ട് ഏഞ്ചലിലെ ആണും പെണ്ണും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ഞാൻ പുതിയതായിട്ട് എടുത്തിട്ടുള്ള വേറൊരു പെയർ ഏഞ്ചലാണ് കേട്ടോ. അതൊരു ഞാൻ പെയറായിട്ട് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയർ തന്നെയാണ്. അപ്പോൾ ഇവർ ഇതുവരെ എഗ് ചെയ്തിട്ടില്ല, ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എഗ് ചെയ്യട്ടെ. അപ്പോൾ എഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ എന്തായാലും ഇവർ എഗ് ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലാണ് ഞാൻ ഈ 6 പീസ് ഏഞ്ചലിനെയും കൊണ്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഇഞ്ച് നീളം, 15 ഇഞ്ച് വീതി, 15 ഇഞ്ച് ഉയരം. അപ്പോൾ ഇത്രയും വലിയൊരു ടാങ്കിലാണ് ഈ ഒരു 6 പീസിനെ കൊണ്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാർബിളിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമെയാണ് ഇവർ ഈ മുട്ടയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെള്ള കുത്തുകളുണ്ടല്ലോ, അത് നാശമായി പോയ മുട്ടകളാണ് കേട്ടോ. അത് ഫെർട്ടിലൈസ് ആവാത്ത കേടായി പോയിട്ടുള്ള മുട്ടകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല മുട്ടകൾ കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ വീഡിയോയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റിൻ്റെ കളറും പിന്നെ ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് ശരിക്കുള്ള മുട്ടകളിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഞാനത് പല രീതിയിലും പല പ്രാവശ്യം ചെയ്ത് നോക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കി, പറ്റുന്നില്ല. പിന്നെ ഈ കാണുന്ന ഫിഷുകളാണ് ബാക്കി ഇതിലുള്ളത്. അപ്പോൾ ഇവരെ വേറെ ടാങ്കിലേക്ക് മാറ്റണം. ഇവരിതിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ്റ് ഫിഷുകൾക്ക്, അതായത് നമ്മൾ പെയറായി കിട്ടിയുള്ള ഫിഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ മുട്ട തിന്നുമെന്നുള്ള പേടി ഉണ്ടാവും, ഉപദ്രവിക്കുമെന്നുള്ള പേടി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ ആ പെയറായി കിട്ടിയവർ തന്നെ ചിലപ്പോൾ ഈ മുട്ടകൾ തിന്ന് തീർക്കാനുള്ള ചാൻസും ഉണ്ട്. അതായത് ഇവരെ പേടിച്ചിട്ട് മാത്രമല്ല, ഇങ്ങനെ ഒരു പെയർ ഇതിൽ സെറ്റായി കിടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി പെയർ ആവണമെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ അവരെ ഞാൻ വേറൊരു ടാങ്കിലേക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഇനി അവർക്ക് ആർക്കെങ്കിലും പെയർ ആവണമെങ്കിൽ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും പിന്നീട് കൂടുതൽ ഏഞ്ചലിനെ മേടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കണം. വലിയൊരു ടാങ്ക് മേടിച്ചിട്ട് കൂടുതൽ പെയറുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോയോ അല്ലെങ്കിൽ കൂടുതൽ പെയറുകളെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഏഞ്ചലിന് മേടിക്കുന്നുണ്ട്. ഒരു 10-15 ഏഞ്ചലിന് മേടിച്ച് ചെയ്യണം എന്തായാലും. പിന്നെ ഇപ്പോൾ ഈ എഗ്ഗ് കണ്ടില്ലേ, ഇപ്പോൾ ഈ വൈറ്റ് എഗ്ഗ് ഞാൻ വീണ്ടും സൂം ചെയ്തും പല രീതിയിലും ലൈറ്റൊക്കെ മാറ്റി മറിച്ചൊക്കെ നോക്കുകയാണ്. പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്കിലൊന്ന് കയറിയാൽ മതി. അതിൽ ഫുൾ ഡീറ്റെയിൽസ്, ഏഞ്ചലിനെ എങ്ങനെ ബ്രീഡ് ചെയ്യാം, എഗ്ഗ് എങ്ങനെ മാറ്റി വെച്ച് വിരിയിക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസ് വരാൻ പോകുന്നത് ഇവർ കുട്ടികളുണ്ടായതിന് ശേഷമായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. ഇപ്പോൾ എന്തായാലും ഈ മുട്ട കാണിക്കാൻ പറ്റുന്നില്ല, അതിലെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി ഇവരുണ്ടായി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള പെയർ ഏഞ്ചൽ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഇവർ സമാധാനമായിട്ട് നിൽക്കട്ടെ. ഇവരിപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ഫിഷിനെ. അപ്പോൾ അവർക്ക് ഇനി സമാധാനം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ മുട്ടയൊക്കെ തിന്ന് തീർക്കും. കാരണം അവർക്കൊരു പേടി ഉണ്ടാവും. അപ്പോൾ പേടിയില്ലാതെ അവർ ഫ്രീ ആയിട്ട് നിൽക്കണം. മനുഷ്യൻ്റെ, മൃഗങ്ങളുടെ, പക്ഷികളുടെ ഒന്നും ഒരു ശല്യങ്ങളില്ലാതെ അവർ ഫ്രീ ആയിട്ട് അവർ നിൽക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പോൾ പോവാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ട് ചെയ്യട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ അടുത്ത വീഡിയോ മിക്കവാറും നമ്മുടെ 2 പെയർ ബെറ്റാനെ ഒരുമിച്ച് ബ്രീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിന് ശേഷമായിരിക്കും നമ്മുടെ ആദ്യം ബ്രീഡ് ചെയ്ത നമ്മുടെ ബെറ്റാൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള മൊയിനെ കൊടുക്കുന്ന വീഡിയോ അതിന് ശേഷമായിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക.